ഇന്ന് ഞങ്ങൾ പോകുന്നത് പെങ്ങളുടെ മോൻ്റെ കുഞ്ഞാവയുടെ നൂലുകെട്ടിനാട്ടോ. ചേച്ചിയൊക്കെ ചേറായിലാണ്, മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മൂന്നാറിലാണ്. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ വണ്ടിക്ക് തന്നെ ഞങ്ങൾ പോകാനായിട്ട് നടന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. രാത്രി കറണ്ട് ഇല്ലായിരുന്നു, ഇവിടെ കറണ്ട് പോയിട്ട് രാത്രി പോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. രാവിലെ 8 മണിയാണ് ഈ സമയം. ഞങ്ങൾ ഡ്രസ്സൊക്കെ തേക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടി വേറൊരു വീട്ടിൽ ദൂരെ പോയിട്ടൊക്കെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ തേച്ച് ഞങ്ങൾ റെഡിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയും രാവിലെ ആയതുകൊണ്ട് ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കോതമംഗലത്തുള്ള ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടോ. നല്ല ഭക്ഷണം കേട്ടോ, അവിടുത്തെ ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റുള്ള ഭക്ഷണമാണ്. അവിടെ തന്നെയാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും രാവിലെ നല്ല വിശപ്പാണ്. ഞങ്ങൾക്ക് ഭൂരി മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പു ആണെങ്കിൽ നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. ഉണ്ണിയാണെങ്കിൽ മസാല ദോശയാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഉഴുന്നോടെ ഉണ്ടല്ലോ, അത് ഞങ്ങളെടുത്ത് കയ്യിൽ വെച്ചു. അത്രയും നല്ലൊരു മൊരിഞ്ഞിരിക്കുന്ന ഉഴുന്നോടെ, അത് വഴിയെ പോകുമ്പം കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞാനെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. വഴിയിൽ നല്ല ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് കുറച്ച് താമസിച്ചാൽ ചെന്നാട്ടോ. അപ്പം അവിടെ എല്ലാ ചടങ്ങുകളും നടക്കാനായിട്ട് ഇങ്ങനെ അവർ കാത്തു നിൽക്കുമായിരുന്നു. പിന്നെ ചെന്ന ഉടനെ തന്നെ എല്ലാ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് ധ്രുവി എന്നാണ്, ധ്രുവി ശങ്കർ എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളും ചെറുതായിട്ടൊരു ഗിഫ്റ്റ് കുഞ്ഞാവയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ പോയി മാമൻ തന്നെ പോയി ഇട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെങ്ങന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പിടിച്ച് നിർത്തിയ കേട്ടോ. അപ്പോൾ ഫോട്ടോ അല്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ നിർത്തിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ല, ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. എല്ലാം പപ്പടം, പഴം, പായസം എല്ലാം കൂട്ടി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കഴിക്കാതിരുന്നതുകൊണ്ട് ചേട്ടനെ ഏർപ്പെടുത്തി വീഡിയോ എല്ലാവരുടെ നല്ല ഭംഗിയായിട്ട് പിടിക്കുന്നുണ്ട്. ചേട്ടാ അപ്പുവിന് നല്ല പറ്റിയിട്ടുണ്ട്. കുറേ ഭക്ഷണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്നും കഴിക്കാനായിട്ട് അവന് പറ്റുന്നില്ല. പിന്നെ ഈ ചോറ് കഴിക്കാതെ തന്നെ അവൻ പിന്നെ വേറെ പായസം വാങ്ങിച്ചു. 2 പ്രാവശ്യമൊക്കെ പായസമൊക്കെ വാങ്ങിച്ചങ്ങ് കുടിച്ചു. പിന്നെ 3 പെങ്ങന്മാരും കൂടെ ഒരുമിച്ച് വായിലേക്ക് ചോറ് വെച്ചതാണ് ഈ വീഡിയോ. എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ പപ്പടവും പഴവും പായസം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ നല്ല കുഴച്ചങ്ങോട്ട് അപ്പൂൻ്റെ വായിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനും കഴിക്കുന്നുണ്ട്. അപ്പൂന് അങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൊതിയായിട്ട് കഴിക്കുകയാണ്. പിന്നെ കുഞ്ഞാവ ചെറിയ കരച്ചിലും ഒക്കെ തുടങ്ങിയതുകൊണ്ട് അവരോടൊന്നും യാത്ര പറയാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അവിടെ കുറച്ച് മാറിയിട്ടൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് നല്ലൊരു ആറൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ തീരെ കുറവാട്ടോ. അവിടെയൊക്കെ ഒന്ന് പോയി പിന്നെ എൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് തരാമെന്ന് ചോദിച്ചപ്പം കുറച്ച് വീഡിയോ ഒക്കെ വലിയ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എടുത്ത് തന്നു. ഇനി തിരിച്ച് ഞങ്ങൾ പോകാനായിട്ട് വണ്ടിയിൽ കയറാൻ പോവാണ്. ഇനി കുറച്ച് വഴിയിലേക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്
പോരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടൊന്നും അവിടെ ഒന്നും നിന്നില്ല. പിന്നെ ഇവിടെ ഈ വെള്ളച്ചാട്ടം മാത്രം ഒന്ന് കാണാനായിട്ട് നിന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. പക്ഷേ എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനും സംസാരിക്കാനൊന്നും നിന്നില്ല. കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് എടുത്ത് വീഡിയോ. മഴ തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് നിന്നത് കേട്ടോ. കുറച്ച് നേരം കൂടി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ടാണ് തിരിച്ച് പോകുന്നത്. പിന്നെ ഒരു 2 ഐസ്ക്രീം മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൂന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വാങ്ങിക്കുവാണ്. ഉണ്ണി തന്നെയാണ് പൈസ ഒക്കെ കൊടുക്കുന്നത്. അവനും വാങ്ങിച്ചു. രണ്ടുപേരും കൂടെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കുവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിയാണ്. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.